ആവശ്യത്തിനും അനാവശ്യത്തിനും സോറി പറയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഉറപ്പായും ഈ ഒരു വീഡിയോ കണ്ടിരിക്കണം കേട്ടോ. കാരണം നമ്മൾ നമ്മളായി ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഏതോ ഒരു നിമിഷത്തിലാണ് സോറി എന്ന വാക്ക് പറയാൻ എപ്പോഴും മുതിരുന്നത്. അതായത് സോറി ഫോർ സീയിങ് നോ എന്നൊക്കെയുള്ള രീതിയിൽ അല്ലേ. അവിടെ കുറേ അധിക കാര്യങ്ങൾ, അതായത് ഒരുപാട് സോറി ഉപയോഗിക്കുന്നവര് കുറേ അധിക കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കണ്ടിന്യൂസ്ലി സോറി പറയുമ്പോൾ നമ്മൾ ഇൻഅഡിക്വേറ്റ് ആണ് എന്ന് ഒരു തോന്നൽ നമുക്കുണ്ടാവും. നമ്മുടെ സെൽഫ് വർത്തിനെ നമ്മൾ ഇങ്ങനെ താഴ്ത്തി കാണാം, നമുക്ക് നമ്മളായിട്ട് ഇരിക്കാൻ പറ്റില്ല എന്ന തോന്നൽ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. രണ്ടാമത്തേത്, ജെനുവിൻ ആയിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ക്ഷമാപണത്തിന്റെ അർത്ഥം എന്താണ് എന്ന് നമ്മൾ ഒരു പരിധി കഴിയുമ്പോൾ അങ്ങ് മറന്നുപോകും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ആങ്സൈറ്റി വളരെ കൂടുതലായിരിക്കും. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ഞാൻ ഈ പറഞ്ഞ കാര്യം എങ്ങനെയാണ് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടാവുക, സോറി പറഞ്ഞേക്കാം, സോറി പറഞ്ഞാലും അവർക്കത് ഓക്കെ ആയിരിക്കുമോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കാനുള്ള പവർ മറ്റൊരാൾക്കാണ് എന്ന് നമ്മൾ ഉറച്ചങ്ങ് വിശ്വസിച്ചിരിക്കുകയാണ്. അത് മറ്റൊരാളെ അറിയിക്കുന്നതാണ് സോറി പറഞ്ഞിട്ട്. അഞ്ചാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇൻസെക്യൂർ ആണ് എന്ന വ്യക്തമായൊരു ഐഡിയ ആണ് ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്ക് കൊടുക്കുന്നത്. ഒരു കുഞ്ഞു സോറിയിൽ ഇത്രയൊക്കെ കാര്യങ്ങളുണ്ട്. അതായത് പതിവായി എല്ലാ കാര്യങ്ങളിലും സോറി പറയുന്നവർക്ക് ഇത്രയും കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കണം. ചില കാര്യങ്ങളൊക്കെ സോറി എന്ന വാക്കിന് പകരം താങ്ക് യു എന്ന് മാറ്റി പറയാൻ പറ്റും. ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ ഡിലേഡ് ആണ്, നമ്മൾ ഇൻഫോം ചെയ്യുക 10 minutes ഞാനൊന്ന് ഡിലേ ആയിരിക്കും കേട്ടോ. അപ്പൊ അവർ കയറി വരുമ്പോൾ സോറി ഫോർ ദ ഡിലേ എന്ന് പറയുന്നതിന് പകരം താങ്ക് യു ഫോർ യുവർ പേഷ്യൻസ് എന്ന് പറയാം. പറയുന്നവനും കേൾക്കുന്നവനും ഒരു മാറ്റം ഉണ്ടാവും അല്ലെ. അപ്പൊ ആവശ്യത്തിനും അനാവശ്യത്തിനും സോറി എന്ന വാക്ക് എളുപ്പമാണ് എന്നതുകൊണ്ട് ഉപയോഗിക്കരുത്. ഒന്ന് മാറ്റാൻ ശ്രമിച്ചു നോക്കുക. നമ്മൾ പറയുന്ന രീതിയിൽ സോറിയേക്കാൾ കൂടുതൽ താങ്ക് യു വരട്ടെ. അതാകുമ്പോൾ നമുക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് സെറ്റും ഉണ്ടാവും, നമ്മുടെ സെൽഫ് വർത്ത് കൂടുന്നതായിട്ട് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും.